ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നല്ലവർ എന്ത് സംഭവിച്ചാലും നടന്നുകൊണ്ടേയിരിക്കും. അവർ വ്യർത്ഥമായ വാക്കുകൾ സംസാരിക്കില്ല. ഭാഗ്യത്തിലും തിന്മയിലും ഒരുപോലെയാണ്. സന്താനങ്ങളെയോ സമ്പത്തിനെയോ അധികാരത്തെയോ വിജയങ്ങളെയോ അന്യായമായ മാർഗങ്ങളിലൂടെ ഒരാൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ളവനെ നല്ലവനും ജ്ഞാനിയുമാണെന്ന് അറിയുക. പുണ്യവാനും ബുദ്ധൻ. നല്ല മനുഷ്യർ എന്തു സംഭവിച്ചാലും തളർന്നു വീഴാതെ മുന്നോട്ടു നടക്കുന്നു. അവർ വ്യർത്ഥമായ വാക്കുകൾ പറയുന്നില്ല. സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെയാണ്. മക്കളെയും ധനത്തെയും അധികാരത്തെയും അനീതിയിലൂടെയുള്ള വിജയത്തെയും ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളെ നല്ലവനും ജ്ഞാനിയും സദ്ഗുണമുള്ളവനും എന്ന് അറിയുക. ഇതിൽ നിന്നുള്ള പ്രചോദനങ്ങൾ: തളർച്ചയില്ലാത്ത ദൃഢത. എന്തു കഷ്ടതയിലൂടെ കടന്നുപോയാലും മുന്നോട്ടു പോകാനുള്ള ഇച്ഛയും പ്രവൃത്തിയും നമുക്ക് വളർത്തിയെടുക്കണം. വാക്കുകളുടെ ഉത്തരവാദിത്തം: വ്യർത്ഥമായതും അപകടകരവുമായ വാക്കുകൾ ഒഴിവാക്കി വിവേകത്തോടെയും കരുണയോടെയും സംസാരിക്കണം. സമചിത്തത. സന്തോഷത്തിലും ദുഃഖത്തിലും ഒരേപോലെ തുടരാൻ ശ്രമിക്കണം. കാരണം ജീവിതം നിരന്തര ചലങ്ങളാണ്. ആഗ്രഹങ്ങളുടെ നിയന്ത്രണം. അമിതമായ ആഗ്രഹങ്ങൾ ദുഃഖത്തിനും അസംതൃപ്തിക്കും കാരണമാകും. ആവശ്യത്തിനനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും അനീതി ഒഴിവാക്കാനും പരിശ്രമിക്കണം. ജ്ഞാനത്തിന്റെയും ഗുണത്തിന്റെയും പിന്തുടർച്ച. നന്മയും ആത്മജ്ഞാനവും ലക്ഷ്യമാക്കിയുള്ള ജീവിതം ധൃതിയും സംതൃപ്തിയും നൽകും. ഇത്തരം ഗുണങ്ങൾ നമ്മിൽ വളർത്തിയെടുത്താൽ സമൂഹത്തിനും സ്വയത്തിനും ഗുണകരമാകും. കൂടുതൽ സന്തോഷവും സമാധാനവും ഏറ്റവും വലിയ നേട്ടമാണെന്ന തിരിച്ചറിവാണ് പ്രധാനം. പ്രചോദനത്തിനായി ഒറ്റവാക്കി ധൃതയോടെ, വിവേകത്തോടെ, സമചിത്തതയോടെ മുന്നോട്ടു നടക്കുക. ഒരു ചെറുകഥ കേൾക്കാം. കേരളത്തിന്റെ പച്ചപ്പുണർന്ന മലനിരകളുടെ താഴ്വാരത്ത് കാരക്കാടൻകുന്നിന്റെ ചെരുവിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ വാസിച്ചിരുന്ന കാർത്തി എന്ന പെൺകുട്ടി നേരിന്റെയും ശുദ്ധതയുടെയും പ്രതിരൂപമായിരുന്നു. കാർത്തി പഠനത്തിലും കലയിലും മുന്നിലായിരുന്നു. എന്നാൽ അവളുടെ ഏറ്റവും വലിയ സമ്പത്ത് കരുണയും സത്യസന്ധതയുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ കളിയാക്കൽ മത്സരം നടന്നു. പ്രശസ്തിയും ചെറിയ സമ്മാനവും നേടാനുള്ള മോഹത്തിൽ കുട്ടികൾ പരസ്പരം പരിഹസിച്ചു. കാർത്തി മാത്രം മൗനമായി നിന്നു. അവൾക്ക് ആരെയും വേദനിപ്പിക്കാനോ കള്ളം പറയാനോ താൽപ്പര്യമില്ലായിരുന്നു. മത്സരം കഴിഞ്ഞ് ഗ്രാമത്തിന്റെ പ്രായം ചെന്ന അപ്പൂപ്പൻ കാർത്തിയെ വിളിച്ചു. "മോളെ, നിനക്ക് കളിയാക്കാൻ തോന്നിയില്ലേ?" ചോദിച്ചു. കാർത്തി തലയാട്ടി പറഞ്ഞു, "അപ്പൂപ്പാ, നമ്മൾ ഓരോരുത്തരും ഒരുപോലെ വിലപിടിച്ചവരാണ്. മറ്റുള്ളവരുടെ വേദന എനിക്ക് സന്തോഷം നൽകില്ല." അപ്പൂപ്പൻ കാർത്തിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, "നല്ല മനുഷ്യർ എപ്പോഴും നേരിന്റെ നടയിലൂടെയാണ് നടക്കുന്നത്. എന്തു സംഭവിച്ചാലും അവർ വീഴില്ല. വ്യർത്ഥമായ വാക്കുകൾ മിണ്ടാതെ സത്യമായ ജീവിതം നയിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ നിലനിൽക്കുന്നു." കാർത്തി, നീ ഇതിനൊരു ഉദാഹരണമാണ്. അന്നത്തെ ദിവസം കാർത്തിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല. പക്ഷേ അവൾ സ്വന്തം മനസാക്ഷിയുടെ ശാന്തിയും ചുറ്റുമുള്ളവരുടെ സ്നേഹവും സമ്പാദിച്ചു. കാർത്തിയുടെ കഥയിൽ നിന്നുള്ള പ്രചോദനങ്ങൾ: നേരിന്റെ പാത തിരഞ്ഞെടുക്കുക. എളുപ്പവഴികളില്ലാതെ സത്യത്തിന്റെയും നീതിയുടെയും വഴി നടക്കാൻ ധൈര്യം കാണിക്കുക. വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഓരോ വാക്കും ശ്രദ്ധിച്ചു പറയുക. വ്യർത്ഥമായ വാക്കുകൾ ഒഴിവാക്കി കരുണയോടെയും ദയോടെയും സംസാരിക്കുക. മോഹങ്ങൾ കെട്ടടക്കുക. അമിതമായ ആഗ്രഹങ്ങൾ ദുഃഖത്തിനും അസംതൃപ്തിക്കും കാരണമാകും. ആവശ്യത്തിനനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. സമചിത്തത വളർത്തുക. സുഖത്തിലും ദുഃഖത്തിലും സ്വസ്ഥത കാത്തു സൂക്ഷിക്കുക. ജീവിതത്തിലെ തിരമാലകളെ ശാന്തമായി നേരിടുക. കാർത്തിയുടെ കഥ നമുക്കെല്ലാം ഒരു പ്രചോദനമാണ്. നമ്മുടെ ജീവിതത്തിലും നേരിന്റെയും സത്യസന്ധതയുടെയും ഗുണങ്ങൾ പുലർത്താൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മെച്ചപ്പെടുത്താൻ ചെറിയ ചുവടുകൾ വയ്ക്കുമ്പോൾ ക്രമേണ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് പറയുന്നതും എന്താണ് ചെയ്യുന്നതും എന്നതിന് ശക്തിയുണ്ട്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും നമ്മുടെ പ്രവൃത്തികൾ നന്മയും സത്യസന്ധതയും പ്രകടിപ്പിക്കാനും നാം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവുക. ഓരോരുത്തരും പ്രശ്നങ്ങൾ നേരിടുന്നു. നാം അവരെ സഹായിക്കാനും പിന്തുണക്കാനും തയ്യാറാവുക. ഒരു പുഞ്ചിരി, ഒരു കരുണാർദ്ര കൂടെ നിൽപ്പ്, ചെറിയൊരു സഹായം എന്നിവ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പ്രകൃതിയെ ബഹുമാനിക്കുക. നമ്മുടെ നിലനിൽപ്പിന് അത്യന്താവശ്യമായ പ്രകൃതിയെ നാം സംരക്ഷിക്കണം. ജലം, മണ്ണ്, വായു മുതലായ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ജയ് ഹിന്ദ്.
നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.